അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ വലിയ വ്ളോഗല്ല, ചെറിയൊരു വ്ളോഗ്. ഇതിലൊരു ചെറിയ കുക്കിംഗ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ വീടിന്റെ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ളോഗ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ 2 പച്ചമുളക്, 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാം. പിന്നെ ധാരാളമായിട്ട് ഉള്ളി. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാല വഴറ്റിയെടുക്കുമ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കും. അത് ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല, ഉള്ളി കൂടുതലുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ തൃപ്രയാർന്ന് വാങ്ങിച്ചതാണ് ഈ ചെറിയ കയ്യിൽ. ഇതെങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ടോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഞാനപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. വേറെ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഫ്രൈഡ് റൈസ് ഇരിക്കുന്നുണ്ട്. ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിനായിട്ട്, ലഞ്ച് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ കറി റെഡിയാക്കി വെച്ചിട്ടാണ് ലഞ്ച് കഴിക്കാൻ. ഇത് രാത്രി ചപ്പാത്തിക്കുള്ള കറിയാണ്. അപ്പോൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാം എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നേരത്തെ കറിയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ, ഈ കറി വെളിച്ചെണ്ണയിൽ ചെയ്താലേ ടേസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഞങ്ങളിവിടെ ഈ മീൻ കറികൾ ചെയ്യുമ്പോഴാണെങ്കിലും ചെമ്മീൻ കറികൾ ചെയ്യുമ്പോഴാണെങ്കിലും ഉലുവപ്പൊടിയും ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ചേർക്കാറുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ ഈ അരപ്പിലേക്ക് വെളുത്തുള്ളി അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒരു 1/2 കിലോ ചെമ്മീനൊക്കെ ആണെങ്കിൽ 4 5 വെളുത്തുള്ളി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക്. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഈ ഉലുവയും കൂടി പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ഇത് ഇതിലേക്ക് ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും ചേർക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അരപ്പിൽ, ഗരം മസാലപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തിട്ടില്ല. അത് ഇതൊന്ന് കുക്കായി വരുമ്പോഴേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് കുടംപുളിക്ക് പകരം തക്കാളി ചേർക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം, പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കുടംപുളി ചേർക്കുമ്പോഴാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് കറിവേപ്പില. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് സവോള വഴറ്റിയതിന് ശേഷം അരപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ സവോള വഴറ്റിയതിന് ശേഷം അരപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ, സിനിമയ്ക്ക് വിട്ട് 1 വർഷത്തിന് മേലെയായിട്ടോ. 1 വർഷത്തിന് മേലെ എന്ന് വെച്ചാൽ രാമലീല കാണാനാണ് ഞങ്ങൾ അവസാനം തിയേറ്ററിൽ പോയത്. പിന്നെ തിയേറ്ററിൽ പോകാൻ സമയം കിട്ടിയിട്ടില്ല, തിയേറ്റർ അടുത്തില്ലാത്തത് കൊണ്ടല്ല, തിയേറ്റർ തൊട്ടടുത്തായതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ നേരത്തെ പറയുമായിരുന്നു, ഒരു തിയേറ്റർ അടുത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും സിനിമയ്ക്ക് പോകാമായിരുന്നു എന്നുള്ളത്. പക്ഷേ തിയേറ്റർ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് പോകാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഈ കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടംപുളി ചേർക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ റെഡിയാക്കി വയ്ക്കുക. ഒരു 4 5 മണിക്കൂർ മുൻപേ റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ ആ ചെമ്മീനിലേക്കൊക്കെ നന്നായിട്ട് പുളി പിടിക്കും. ഈ ചെമ്മീൻ കറി എപ്പോഴും നമ്മൾ പുളി പിടിച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല.
അടുത്ത് എവിടെയോ ഡ്രില്ല് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. അപ്പോൾ ഞങ്ങൾ ന്യൂക്ലിയസ് മാളിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയസ് മാൾ എവിടെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത്ര അടുത്തായിട്ടാണോ സിനിമയ്ക്ക് പോവാത്തത് എന്നുള്ളത്. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ കിച്ചണിൽ, അതായത് ഇപ്പോൾ കുക്ക് ചെയ്യുന്ന വർക്ക് ഏരിയയിലാണ്. ഇവിടെ നിന്ന് നേരെ കാണുന്ന ഈ ബിൽഡിംഗാണ് ന്യൂക്ലിയസ് മാള്. അവിടെ ആ കാണുന്നതാണ് തിയേറ്റർ. അപ്പോൾ ഇത്രയും അടുത്ത് തിയേറ്റർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ സമയം കിട്ടാത്തത്. തൊട്ടടുത്ത് തന്നെയല്ല, ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ. വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം, അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വീട് കാണാം. അത്രയ്ക്ക് അടുത്താണ്, പക്ഷേ സമയം മാത്രമില്ല. ഇത് മൺചട്ടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൺചട്ടിയിലും ചെയ്യാട്ടോ ഈ കറി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയിലാവുമ്പോൾ നമ്മൾ കറിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറുകി വരും. ഇതാകുമ്പോൾ ചപ്പാത്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഗ്രേവി ഉള്ള രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ വേണ്ട, തേങ്ങ വേണ്ട, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നുമില്ല. എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റിൽ മേലെയായി നന്നായിട്ട് തിളയ്ക്കുന്നു. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സവാളയുടെ കൂടെ ഒന്നും ചേർത്ത് വഴറ്റിയില്ല. ഇതിലേക്ക് നമുക്കിനി ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ ഇട്ടിട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ 2 മാങ്ങയൊക്കെ വീണിട്ടുണ്ട്, മാവിൽ നിന്ന് വീണിട്ട്. കൺട്രോൾ എല്ലാവരെയും കൊതിപ്പിക്കാൻ നമുക്ക് മാങ്ങ കാണിച്ചിട്ട് കണ്ടോ. ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മാവിൽ നിന്ന് വീണ മാങ്ങയാണ്. തനിയുള്ളത് തനിയെ വീണത് ഞാൻ എറിഞ്ഞിട്ടൊന്നുമില്ല. ഇത്ര പഴുത്ത് മഞ്ഞ കളറിൽ വന്നെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് മാങ്ങയും കൂടെ മുറിച്ച് കഴിക്കട്ടെ കേട്ടോ. കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് സമയം നമുക്ക് പല കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിനി കുക്ക് ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. അപ്പോൾ മാങ്ങ കൊതിന് മാങ്ങ കഴിക്കാൻ സമയമായി, കൊതിയായി. അപ്പോൾ ഈ സെയിം ഇതുപോലെ തന്നെ ഒരു പ്രോൺസ് റോസ്റ്റ്, പക്ഷെ കുറച്ചുകൂടി തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന റെസിപ്പി, കുറച്ച് വ്യത്യസ്തമായ റെസിപ്പി ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലും പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാം, ഈ രീതിയിലും പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാം. ഇനി ചെമ്മീനൊന്ന് കുക്കായി വരട്ടെ. നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. മാങ്ങ മുറിച്ചു കഴിക്കാൻ തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ കിച്ചൂസിനില്ല കേട്ടോ, 2 മാങ്ങ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കിച്ചൂസിന് കൊടുക്കുന്നില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ കഴിക്കുന്നുള്ളൂ. അതെ, കിച്ചൂസിന്റെ വീട്ടിലുണ്ടാവണ മാങ്ങയോട് വലിയ താല്പര്യമില്ല. പുറത്തുനിന്ന് മാങ്ങ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. വീട്ടിലുണ്ടാവുന്ന മാങ്ങ എനിക്കിത് വേണ്ട, ഇവിടെ ഉണ്ടായതില്ലേ എന്ന് പറയും. പിന്നെ വിശക്കാണെങ്കിൽ എന്തും കഴിക്കും, വിശപ്പ് നന്നായിട്ട് കൂടി കഴിയുമ്പോൾ. അപ്പോൾ പുള്ളി രാവിലെ ദോശയും ചിക്കനൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പ്രോൺസ് ആണെങ്കിലും ഉച്ചയ്ക്കത്തേക്കുള്ള ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇപ്പോൾ മാങ്ങ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ. ഇതിവിടെ പ്രോൺസ് ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ ചെമ്മീൻ ചേർത്തിട്ട് ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഓവർ കുക്ക് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ഉള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഓഫ് ചെയ്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് മാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. നമ്മൾ ആ മല്ലിപ്പൊടിയും ഉള്ളിയും എല്ലാം അരച്ചെടുത്തതുകൊണ്ടാണ് ഒന്നുകൂടി കുറുകി വരുന്നത്. ഇതിലേക്ക് ഇനി ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാം. അപ്പോൾ ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ചുകൂടി കറിവേപ്പില ചേർത്തിട്ട് ഇനി ഒന്ന് അടച്ചു വയ്ക്കുക. നമുക്ക് കഴിക്കാൻ സമയമാകുമ്പോൾ സെർവ് ചെയ്യാം. എത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ മസാല അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ പരിപാടി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, ചപ്പാത്തി സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കറി റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോകാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വാളൻ പുളിമരം. ഈ പുളിമരത്തിൽ പുളി പറിച്ചിട്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സാമ്പാർ
എല്ലാ പുളി ചേർക്കുന്ന കറികളിലൊക്കെ ഈ പുളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 1-2 വർഷമായിട്ട് ഇതിലത്തെ പുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പുളിമരത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. നിറയെ പുളി ആയിട്ടുണ്ട്. അതുപോലെ ശംഖുപുഷ്പം പടർന്ന് കയറിയിട്ടുണ്ട്, നമ്മുടെ പാഷൻ ഫ്രൂട്ട് കയറിയിട്ടുണ്ട്, പിന്നെ കോവയ്ക്കുണ്ട്, പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. അതെല്ലാവർക്കും വളരെ വലിയൊരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ഈ പുളിമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വണ്ണം വയ്ക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും കൂടി കാണിച്ചു തരാം. മാവിലെ മാങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ മാങ്ങയൊന്നുമില്ല. ഇനി അടുത്ത മാമ്പഴക്കാലം ആകുമ്പോൾ നമുക്ക് കണ്ണിമാങ്ങ അച്ചാറുണ്ടാക്കാം. നമ്മൾ കണ്ണിമാങ്ങ പറിച്ച് വെച്ചതായിരുന്നു, പക്ഷേ അച്ചാറുണ്ടാക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് അടുത്ത വർഷം അച്ചാറുണ്ടാക്കി കാണിച്ചു തരാം. ഇനി നമുക്ക് താഴേക്ക് പോയിട്ട് കുറച്ച് കാഴ്ചകളും കൂടി കാണാം. ഇപ്പോൾ ഇതാ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ധനേശ്വരൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരമാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഇലകളുമുണ്ട്, ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഇലകളുമുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് അവർക്ക് അവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ കാണുമ്പോഴേ അത് കാണാൻ പറ്റുള്ളൂ. ഇത്രയും ഭംഗിയായിട്ട് ഈ ലൈറ്റ് ഷെയ്ഡിലുള്ള ഇലകൾ കാണാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ എന്തൊക്കെയോ ചെടികളോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ വീടിൻ്റെ മേളിൽ. അതെന്താണെന്ന് അവിടെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ. അപ്പോൾ ഞങ്ങളിത് ആ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തി. ഇവിടെ ഇപ്പോൾ കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാന്താരി മുളക് പറിച്ചിട്ട് അടുത്ത ദിവസം വൈറ്റ് കളറിലെ തേങ്ങ ചട്നി, അതുപോലെ തന്നെ വ്യത്യസ്തമായ 2-3 ചട്നികളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇത് നമ്മുടെ കറിവേപ്പാണ്. പിന്നെ ഇവിടെ നിന്നാണ് ശംഖുപുഷ്പം കയറി തുടങ്ങിയത്, പുളിയിലേക്കും മാവിലേക്കും ഒക്കെ ആയിട്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നീലയമരി എന്ന് പറയും ഇതിന്. നമ്മൾ മുടി വളരാൻ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നൊരു ആയുർവേദ മരുന്ന് വിഭാഗത്തിൽ പെട്ടതാണ്. നീലയമരി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. വേറെ സ്ഥലങ്ങൾ എന്താ പറയുന്നറിയില്ല. ഇതിട്ടിട്ട് എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി വളരും. നേരത്തെയൊക്കെ എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഇത് പിടിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം എണ്ണ കാച്ചുമ്പോൾ നീലയമരി എടുക്കാം. പിന്നെ കാണുന്നത് നമ്മുടെ പുളിമരം. ഈ പുളിമരത്തിൽ ഒരു കമ്പി ചുറ്റി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ മുറ്റത്തൊരു മരം ഉള്ളത് എപ്പോഴും ഭംഗിയാണ്. ആ ഒരു പച്ചപ്പും തണലും എല്ലാം ഉള്ളപ്പോൾ. അപ്പോൾ മരം വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിൽ മറിഞ്ഞു പോവും, വണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മരത്തിന് വണ്ണം വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പി ചുറ്റി വെച്ചതാണ്. പിന്നെ മരത്തിനധികം വണ്ണം വെച്ചിട്ടില്ല, പക്ഷേ മതിലിനും കുഴപ്പമില്ല, മരത്തിനും കുഴപ്പമില്ല. അങ്ങനെ 2 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ അപ്പോൾ മരത്തിന് വണ്ണം വയ്ക്കാതിരിക്കാൻ നല്ലൊരു വഴിയാണ് ഈ കമ്പി ചുറ്റാന്നുള്ളത്. പിന്നെ ഒരു രസമുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വേറൊരു സംഭവമുള്ള ഒരു മാവുണ്ട്. മാവ് ഇത് കണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ മുറ്റത്ത് സ്ഥലം, വളരെ കുറച്ചുള്ളൂ. മാവും മതിൽ പണിയുന്നതിന് മുന്നേ ഉള്ളതായിരുന്നു. അപ്പോൾ മതിൽ പണിതപ്പോൾ മാവിനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുത്തു. ഇതൊക്കെ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മരങ്ങൾ കൂടുതൽ മുറിക്കാതെ പല രീതിയിൽ മതിൽ പണിയാം. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ ഞാനൊരു ഷോപ്പ് ഉണ്ട്, അതൊരു മാവ് അതിൻ്റെ നടുക്കൂടെ ആയിരുന്നു പോയത്, ആ ഷോപ്പിൻ്റെയും വീടിൻ്റെ ഇടയിൽ കൂടി. ഇതിപ്പോൾ ഞങ്ങളുടെ മതിലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്, ഇതുപോലെ മാവിന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാവിലാണ് കുരുമുളക് പടർന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ മാവിൽ നിന്നുള്ള കുരുമുളക്, ഈ മാവിൽ കയറിയിരിക്കുന്ന കുരുമുളക് പറിച്ചിട്ടാണ് നമ്മുടെ പച്ച കുരുമുളകിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉള്ള സ്ഥലത്ത് പല പല കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള മരങ്ങളും കൊച്ചു കൊച്ചു കാഴ്ചകളും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്താ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിത് ആ സിനിമയ്ക്ക് പോകാൻ റെഡിയായി. ഇനി സിനിമയ്ക്കൊക്കെ പോയി വന്നിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി പിന്നീട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ സിനിമയ്ക്ക് പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോയി വന്ന് വിഷമിച്ചു ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ലൂസിഫറാണ് കാണാൻ പോയത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ സിനിമയ്ക്ക് പോയിട്ട് കുറേ നാളായി. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇഷ്ടമായില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇനി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളിതാ ചപ്പാത്തി പരിപാടികൾ ആരംഭിച്ചു. ചപ്പാത്തി ഉരുട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പരത്താൻ പോവാണ്. അപ്പോൾ രാത്രി ചപ്പാത്തി
പരിപാടികളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരാൾ വരുത്തുക, ഒരാൾ ചുട്ടെടുക്കുക. സാധാരണ കിച്ചൂസും രാജീവേട്ടനൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കാൻ ഞാനുണ്ട്, പരത്തി തരുന്നത് രാജീവേട്ടനാണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജോലികളൊക്കെ ചെയ്യുന്നത്. കിച്ചൂസിന് ഇപ്പോൾ കാല് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് മടി പിടിച്ചിരിക്കണം. കിച്ചൂസിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മടി വരും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ചപ്പാത്തി വരുത്തുന്നത് മൈദപ്പൊടി ഇട്ടിട്ടാണ്. ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മൈദപ്പൊടി ഇട്ടിട്ടാണ് ചപ്പാത്തി വരുത്തുക എന്നുള്ള കാര്യം. കിച്ചൂസ് കുളിക്കണല്ലേ? ഒരു ചപ്പാത്തി റെഡിയായി. ചപ്പാത്തി പാൻ ചൂടായിട്ടില്ല, അതുകൊണ്ട് ചപ്പാത്തി പ്ലേറ്റിലേക്ക് ഇടുക. അടുത്തത് വരുത്തിയെടുക്കുക. ഞാൻ ഒറ്റയ്ക്കൊന്നും സംസാരിക്കുന്ന പോലെ ഉണ്ട്. ആരും സംസാരിക്കാനില്ലാത്ത വീട്. ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുകയില്ല, ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്താതെ സംസാരിച്ചു. അതെ, സമയം വരും കാണാം. പക്ഷെ എല്ലാരും പറയുന്നുണ്ട് സൗണ്ടിന് കുഴപ്പമൊന്നും തോന്നണില്ല, ചേട്ടന്റെ സൗണ്ട് കുഴപ്പമില്ല, സംസാരം കുഴപ്പമൊന്നുമില്ല, ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ മടിയായിട്ട് സംസാരിക്കാതെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു രക്ഷയില്ല. അപ്പോൾ ചപ്പാത്തി പാൻ ചൂടായി, ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു. ചപ്പാത്തി ചുടുന്നതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചു, സംസാരിച്ചുകൊണ്ടിരുന്നു. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സംസാരത്തിനിടയ്ക്ക് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതെപ്പോഴും ഇവിടെ ഞങ്ങളിങ്ങനെ ഒന്നില്ലെങ്കിൽ കിച്ചൂസ് രാജീവേട്ടനാണെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും, രാജീവേട്ടൻ ഒറ്റയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചപ്പാത്തി ചുടുന്നത് ആ ടൈം വേഗം പോവും, പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ബോറടി എന്നല്ല, ജോലി ചെയ്യുന്നത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഞങ്ങൾ ചപ്പാത്തി കഴിക്കട്ടെ. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ളത് കഴിക്കാനെടുക്കാം. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്നത് സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും എൻ്റെ ഫേവറേറ്റ് പ്രോൺസും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണിത്. അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ പുളിയുള്ള കറികൾ ഉണ്ടാക്കുമോ എന്നൊക്കെ എല്ലാവരും ഡൗട്ട് ചോദിച്ചിരുന്നു. കളർ മാറുമോ എന്നൊക്കെ ചോദിച്ചിരുന്നതുകൊണ്ട് ഇപ്പോൾ കളറൊന്നും മാറിയിട്ടില്ല, കറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയ കളർ തന്നെയല്ലേ. പിന്നെ കറി കുറുകി വന്നിട്ടുണ്ട്, അത് ചൂട് മാറി വരുമ്പോൾ കുറുകി വരുമല്ലോ. പിന്നെ ഞാൻ പുളി എടുത്ത് മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി കറിയിൽ തന്നെ ഇടുകയാണെങ്കിൽ കറിയുടെ പുളി കൂടിപ്പോവും. ചെറിയൊരു പീസേ ഉള്ളൂ ഇതിൽ, ബാക്കിയുള്ള പുളിയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ എനിക്കിനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ക്ഷമയില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ട്, കഴിക്കണം. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ പ്രോൺസ് എന്ന് പറഞ്ഞാൽ, പ്രോൺസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. പ്രോൺസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി ഏതാണോ അത് നമ്മുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞിട്ട് അലക്കിയ തുണികൾ വിരിക്കാനുണ്ട്, അലക്കിയ തുണികൾ മടക്കി വയ്ക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന കറികളാണ് ഞാൻ ഇതുപോലെ എൻജോയ് ചെയ്ത് കഴിക്കുക. അപ്പോൾ അത് കുറച്ച് സമയമൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പതുക്കെ എൻജോയ് ചെയ്ത് കഴിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങളിനി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ കുളിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. ചൂട് ക്ലൈമറ്റ് ആണെങ്കിലും മഴയാണെങ്കിലും എപ്പോഴും കുളിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. ആ ഫ്രഷ്നെസ്സോടുകൂടി കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ അതൊരു സുഖമാണ്. പിന്നെ അലക്കിയ തുണികൾ മുഴുവൻ വിരിച്ച് മടക്കിയും വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അതെല്ലാ വീട്ടമ്മമാർക്കും ഉള്ള ജോലിയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് നാളെ കാണാം.